നമസ്കാരം, ഭാരത് ലൈവിലേക്ക് സ്വാഗതം. പഴയ തൊഴിലാളി വർഗ പാർട്ടിയൊന്നുമല്ല CPM എന്ന് നമുക്കേവർക്കും അറിയാം. പണ്ടൊക്കെ ചെറിയ ചെറിയ വരുമാനത്തിൽ കഴിഞ്ഞിരുന്ന പല നേതാക്കന്മാരും പല തൊഴിലാളികളുടെയും ഒക്കെ ആസ്തി ഇപ്പോൾ ശതകോടികളായി മാറിയിട്ടുണ്ടെന്ന് നമുക്കറിയുന്ന കാര്യമാണ്. ഏതായാലും ഏത് തുക്കട ലൊട്ടിലൊടുക്ക് നേതാക്കന്മാരെ എടുത്താലും അവർക്ക് പറയാനുള്ളത് കോടികളുടെ കണക്കാണ്. അത്തരത്തിലൊരു കണക്കാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. നമുക്കറിയാം, കായംകുളത്ത് കഴിഞ്ഞ കുറേ നാളുകളായി CPM-ൽ തന്നെ പല അസ്വസ്ഥതകൾ പുകയുന്ന ഒരു സ്ഥലമാണ് കായംകുളം. ഇപ്പോൾ കായംകുളത്തെ ഒരു നേതാവിന്റെ ആസ്തി സംബന്ധിച്ചുള്ള വാർത്തകൾ പുറം ലോകത്തേക്ക് എത്തുന്നുവെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ലോറി ക്ലീനർ ആയിരുന്ന നേതാവിന് 20 കോടിയുടെ ആസ്തി ഉണ്ടെന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന വിവരം. കായംകുളത്ത് CPM-ൽ സമൂഹ മാധ്യമ പോരെ ഒരു ഇടവേളയ്ക്ക് ശേഷം സജീവമാകുന്നു. പ്രാദേശിക നേതാക്കളുടെ രഹസ്യ പിന്തുണയോടെയാണ് ഇരുവിഭാഗവും പരസ്പരം ആരോപണങ്ങൾ ഉന്നയിക്കുന്നതെന്നാണ് പ്രധാനമായും മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കായംകുളം ഏരിയ നേതൃത്വത്തിനെതിരെ രൂക്ഷമായ കടുത്ത ആരോപണങ്ങൾ സമൂഹ മാധ്യമങ്ങളിലൂടെ ഉയർന്നു വന്നിരിക്കുകയാണ്. പുകയുന്ന അഗ്നിപർവ്വതമായി കായംകുളത്തെ CPM എന്ന തലക്കെട്ടിലാണ് ഒരു വിഭാഗം CPM പ്രവർത്തകർ ആരോപണങ്ങളുമായി രംഗത്തെത്തിയത്. ഏരിയ നേതൃത്വത്തോട് എതിർപ്പുള്ള 1000-ഓളം പാർട്ടി പ്രവർത്തകർ ബന്ധമുപേക്ഷിക്കുമെന്നും കുറിപ്പിലൂടെ മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. വിവാദ കരിമണൽ കമ്പനിയുമായി കായംകുളത്തെ പ്രമുഖ നേതാവിന് ബന്ധമുണ്ടെന്നും ഈ കമ്പനിയുമായി ബന്ധമുള്ള ഒരാൾ ക്രിമിനൽ കേസ് പ്രതിയായിരുന്നപ്പോൾ പാർട്ടി ഓഫീസിലും സ്വന്തം വീട്ടിലും ഒരു നേതാവ് ഒളിത്താവളം ഒരുക്കിയെന്നുമാണ് കുറിപ്പിൽ പറയുന്നത്. ബസ്സിലെ ജീവനക്കാരനായും ഇൻസ്റ്റാൾമെന്റ് വിൽപ്പനക്കാരനായും മുമ്പ് ജോലി ചെയ്തിരുന്ന ഏരിയ നേതാവിന് ഇപ്പോൾ 20 കോടിയുടെ ആസ്തിയുണ്ടെന്ന ആരോപണവും ഇവർ ഉയർത്തുന്നുണ്ട്. അതേസമയം പാർട്ടിക്ക് വേണ്ടി കേസിൽപ്പെട്ട സഖാക്കളുടെ ജീവിതം വഴിമുട്ടിയെന്നും ബനാമിയെ മുൻനിർത്തി സ്വകാര്യ സ്കൂളുകളുടെ നടത്തിപ്പിൽ നേതാവ് ഇടപെടുന്നതായും ഫേസ്ബുക്ക് കുറിപ്പിൽ പറയുന്നുണ്ട്. സഹകരണ ബാങ്കുകളിലെ അഴിമതി, കള്ളുഷാപ്പുകൾ, കോൺട്രാക്ട് നൽകുന്നതിന്റെ പിന്നിലെ ഇടപാടുകൾ തുടങ്ങിയവയെക്കുറിച്ചും ആരോപണങ്ങൾ ഉയരുന്നുണ്ട്. ഏതായാലും പിണറായി വിജയന് പിന്നാലെ വീണ്ടും പല കോടീശ്വരന്മാരെയും നമ്മൾ കാണുകയാണ് എന്നുള്ളതാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്ന കാര്യം. ബസ്സിലെ ക്ലീനറായിരുന്നിട്ട് പോലും 20 കോടിയുടെ ആസ്തി ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ എത്രമാത്രം അഴിമതി നടത്തിയിട്ടുണ്ടാകും എന്ന കാര്യം നമുക്ക് സാധാരണക്കാർക്ക് പോലും ചിന്തിച്ചാൽ മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യമാണ്. ഏതായാലും സഖാക്കന്മാരെല്ലാം ഇപ്പോൾ ശതകോടീശ്വരന്മാരായി മാറുന്നുവെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്.